നമസ്കാരം. വേ ടു കരിയർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും കൂട്ടുകാർക്കും മറ്റുമായി ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. ക്ലാസ്സിലേക്ക് കടക്കാം. കേരള നവോത്ഥാനത്തിലെ വനിതകൾ എന്ന ടോപ്പിക്കാണ് നമ്മളിന്ന് എടുക്കുന്നത്. കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച വനിതകളെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഓക്കെ, ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് അമ്മു സ്വാമിനാഥനെ കുറിച്ചാണ്. ആരാണ്? അമ്മു സ്വാമിനാഥൻ. കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഒരു നവോത്ഥാന നായികയാണ് ആരെന്ന് പറയുന്നത്? അമ്മു സ്വാമിനാഥൻ എന്ന് പറയുന്നത്. അമ്മു സ്വാമിനാഥൻ ജനിക്കുന്നത് 1894 1894 എവിടെയാണ് അമ്മു സ്വാമിനാഥൻ ജനിക്കുന്നത്? ആനക്കര വടക്കത്ത് തറവാടിലാണ് അമ്മു സ്വാമിനാഥൻ ജനിക്കുന്നത്. പൊന്നാനിയിലുള്ള ആനക്കര വടക്കത്ത് തറവാട്ടിലാണ് 1894 അമ്മു സ്വാമിനാഥൻ ജനിക്കുന്നത്. ഓർത്തുവെക്കുക. ഓക്കെ. 1945 മദ്രാസ് നിയോജക മണ്ഡലത്തിൽ നിന്ന് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വനിതയാണ് അമ്മു സ്വാമിനാഥൻ. 1894 ജനിക്കുന്നു. പൊന്നാനിയിലെ ആനക്കര വടക്കത്ത് തറവാട്ടിലാണ് ജനിച്ചത്. 1945 മദ്രാസ് നിയോജക മണ്ഡലത്തിൽ നിന്ന് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വനിതയാണ് അമ്മു സ്വാമിനാഥൻ. 1952 തമിഴ്നാട്ടിലെ ദിണ്ടിഗലിൽ ലോകസഭാ അംഗമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. 1952 തമിഴ്നാട്ടിലെ ദിണ്ടിഗലിലെ ലോകസഭാ അംഗമായിട്ട് മാറിയ വ്യക്തിയാണ് ആര്? അമ്മു സ്വാമിനാഥൻ. 1952 തമിഴ്നാട്ടിലെ ദിണ്ടിഗലിൽ ലോകസഭാ അംഗമായ വനിതയാണ് അമ്മു സ്വാമിനാഥൻ. 1960-63 കാലഘട്ടത്തിൽ ഭാരത സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ പ്രസിഡൻ്റായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 1960-63 കാലഘട്ടത്തിൽ ഭാരത സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ പ്രസിഡൻ്റ് സ്ഥാനം വഹിച്ചിട്ടുണ്ട്, അധ്യക്ഷ സ്ഥാനം വഹിച്ചിട്ടുണ്ട്. എന്തൊക്കെ പോയിന്റുകളാണ് പറഞ്ഞത്? അമ്മു സ്വാമിനാഥൻ്റെ ജനനം പറഞ്ഞല്ലേ. 1894 അമ്മു സ്വാമിനാഥൻ ജനിക്കുന്നത് ആനക്കര വടക്കത്ത് തറവാട്ടിൽ പൊന്നാനിയിൽ. ഓക്കെ. അതിനുശേഷം അവരുടെ കാലഗണനാ ക്രമത്തിൽ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ 1945 മദ്രാസ് നിയോജക മണ്ഡലത്തിൽ നിന്ന് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. 1952 തമിഴ്നാട്ടിലെ ദിണ്ടിഗലിൽ ലോകസഭാ അംഗമായിട്ട് മാറി. 1960-63 കാലഘട്ടത്തിൽ ഭാരത സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ പ്രസിഡൻ്റായി സേവനമനുഷ്ഠിച്ച വനിതയാണ് അമ്മു സ്വാമിനാഥൻ. ക്ലിയർ ആണല്ലോ ഇത്രയും പോയിന്റ്? ഓക്കെ. സംസ്ഥാന കേന്ദ്ര ഫിലിം സെൻസർ ബോർഡ് അംഗമായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് സെൻട്രൽ ഫിലിം സെൻസർ ബോർഡ് അംഗമായിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിയാണ് ആര്? അമ്മു സ്വാമിനാഥൻ. ഓക്കെ. കേന്ദ്രത്തിലും സംസ്ഥാന തലത്തിലും സെൻസർ ബോർഡ് അംഗമായിട്ട്, ഫിലിം സെൻസർ ബോർഡ് അംഗമായിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുള്ള വനിതയാണ് ആര്? അമ്മു സ്വാമിനാഥൻ. സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായിരുന്ന വനിതയാണ്, മലയാളി വനിതയാണ് ആര്? അമ്മു സ്വാമിനാഥൻ. സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായിരുന്ന മലയാളി വനിതയാണ് ആര്? അമ്മു സ്വാമിനാഥൻ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മലയാളി വനിതയാണ് ആര്? അമ്മു സ്വാമിനാഥൻ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മലയാളി വനിതയാണ് ആര്? അമ്മു സ്വാമിനാഥൻ. സ്വാതന്ത്ര്യത്തിന് മുമ്പുണ്ടായിരുന്ന ഇടക്കാല പാർലമെൻറ്റിൽ അംഗമായിരുന്ന മലയാളി വനിതയാണ് അമ്മു സ്വാമിനാഥൻ. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നതിന് മുമ്പുണ്ടായിരുന്ന ഇടക്കാല പാർലമെൻറ്റിൽ അംഗമായിരുന്ന മലയാളി വനിതയാണ് ആര്? അമ്മു സ്വാമിനാഥൻ. ലോകസഭ, രാജ്യസഭ എന്നീ സഭകളിൽ അംഗമായ ഏക മലയാളി വനിതയാണ് അമ്മു സ്വാമിനാഥൻ. ലോകസഭയിലും രാജ്യസഭയിലും അംഗമായിരുന്ന ഏക മലയാളി വനിതയാണ് ആര്? അമ്മു സ്വാമിനാഥൻ. ഇരു സഭകളിലും അംഗമായിരുന്ന ഏക മലയാളി വനിതയാണ് ആര്? അമ്മു സ്വാമിനാഥൻ. അപ്പോൾ എന്തിലൊക്കെ അംഗത്വം അമ്മു സ്വാമിനാഥൻ ഉണ്ടായിരുന്നു? സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗത്വം ഉണ്ടായിരുന്നു, ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്നു, ഇടക്കാല പാർലമെൻറ്റിൽ അംഗമായിരുന്നു, ലോകസഭ, രാജ്യസഭ എന്നീ സഭകളിലും അംഗമായിരുന്ന ഏക മലയാളി വനിതയാണ് ആരെന്ന് പറയുന്നത്? അമ്മു സ്വാമിനാഥൻ. ഓക്കെ ആണല്ലോ. അമ്മു സ്വാമിനാഥൻ ജനിക്കുന്നത് ആനക്കര വടക്കത്ത് തറവാടിൽ പൊന്നാനിയിൽ 1894 1945 ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക്, സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഏത് നിയോജക മണ്ഡലത്തിൽ നിന്നാണ്? മദ്രാസ് നിയോജക മണ്ഡലത്തിൽ നിന്ന്. 1952 തമിഴ്നാട്ടിലെ ദിണ്ടിഗലിൽ ലോകസഭാ അംഗമായിട്ട് മാറുന്നു. 1960-63 കാലഘട്ടത്തിൽ ഭാരത സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ അധ്യക്ഷ സ്ഥാനം വഹിച്ചിട്ടുണ്ട്. കേന്ദ്ര, സംസ്ഥാന ഫിലിം സെൻസർ ബോർഡുകളിൽ അംഗമായിരുന്ന വനിതയാണ്. സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലും ഭരണഘടനാ നിർമ്മാണ സഭയിലും ഇടക്കാല പാർലമെൻറ്റിലും ലോകസഭ, രാജ്യസഭ എന്നീ സഭകളിലും അംഗമായിരുന്ന ഏക വനിതയാണ്.
ക്ലിയർ ആണല്ലോ. അമ്മു സ്വാമിനാഥനെ കുറിച്ചുള്ള എല്ലാ പോയിന്റുകളും കവർ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. PSC ഇതുവരെ ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള എല്ലാ പോയിന്റുകളും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അടുത്ത നവോത്ഥാന നായിക ആരാണെന്ന് നോക്കാം. അടുത്തത് ആനി മസ്ക്രിനാണ്. ആരാണ്? ആനി മസ്ക്രിൻ. 1902 തിരുവനന്തപുരത്താണ് ആനി മസ്ക്രിൻ ജനിക്കുന്നത്. 1902 തിരുവനന്തപുരത്താണ് ആനി മസ്ക്രിൻ ജനിക്കുന്നത്. കേരളത്തിൻ്റെ ഝാൻസി റാണി എന്ന് വിശേഷണമുള്ളത് ആനി മസ്ക്രിനെയാണ്. കേരളത്തിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ആനി മസ്ക്രിനെയാണ്. കേരളത്തിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് ആനി മസ്ക്രിനെയാണ്. 1902 തിരുവനന്തപുരത്ത് ജനിച്ചു. കേരളത്തിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന വനിതയാണ് ആനി മസ്ക്രിൻ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന വനിതയാണ് ആനി മസ്ക്രിൻ. അപ്പം നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച അമ്മു സ്വാമിനാഥനും ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്നു. അമ്മു സ്വാമിനാഥൻ, ആനി മസ്ക്രിൻ, ദാക്ഷായണി വേലായുധൻ എന്നീ മലയാളി വനിതകളാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്നത്. അതിൽ നമ്മൾ അമ്മു സ്വാമിനാഥനെ കുറിച്ച് പഠിച്ചു. ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന ആനി മസ്ക്രിനെ കുറിച്ചാണ്. ആനി മസ്ക്രിനും ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്നു. തിരുവിതാംകൂറിൻ്റെ പ്രതിനിധിയായിട്ടാണ് ആര് പോകുന്നത്? ആനി മസ്ക്രിൻ പോകുന്നത്. കേരളത്തിൽ നിന്ന് ലോകസഭാ അംഗമായ ആദ്യ വനിതയാണ് ആനി മസ്ക്രിൻ. അപ്പോൾ ലോകസഭയിൽ അംഗമായിരുന്ന ഒരു വനിതയാണ് അമ്മു സ്വാമിനാഥൻ എന്ന് പറയുന്നത്. എന്നാൽ കേരളത്തിൽ നിന്ന് ലോകസഭാ അംഗമാകുന്ന ആദ്യ വനിത ആരാണെന്ന് ചോദിച്ചാൽ അത് ആനി മസ്ക്രിനാണ്. ആലോചിച്ച് വെച്ചേക്കുക. 1957 രണ്ടാം ലോകസഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. ഓക്കെ, 1957 രണ്ടാം ലോകസഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നിന്ന് മത്സരിക്കുകയും പരാജയപ്പെടുകയും ചെയ്തു. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റിയിൽ അംഗമായിരുന്ന ആദ്യ വനിതയാണ് ആരെന്ന് പറയുന്നത്? ആനി മസ്ക്രിൻ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റിയിൽ അംഗമായ ആദ്യ വനിതയാണ് ആനി മസ്ക്രിൻ. ആനി മസ്ക്രിൻ്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ വഴുതക്കാടാണ്. ആനി മസ്ക്രിൻ്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ വഴുതക്കാടാണ്. ആരാണ് അനാച്ഛാദനം ചെയ്തതെന്ന് ചോദിച്ചാൽ മുൻ ഉപരാഷ്ട്രപതിയായിട്ടുള്ള ഹമീദ് അൻസാരിയാണ്. മുൻ ഉപരാഷ്ട്രപതിയായിട്ടുള്ള ഹമീദ് അൻസാരിയാണ് ഈ പ്രതിമ അനാച്ഛാദനം ചെയ്തത്. ഓക്കെ ആണല്ലോ. എന്തൊക്കെ പോയിന്റുകളാണ് ആനി മസ്ക്രിനെ കുറിച്ച് പറഞ്ഞത്? 1902 തിരുവനന്തപുരത്താണ് ജനിക്കുന്നത്. കേരളത്തിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന വനിതയാണ്. തിരുവിതാംകൂറിൽ നിന്നാണ് പോയത്. കേരളത്തിൽ നിന്ന് ലോകസഭാ അംഗമായ ആദ്യ വനിതയാണ്. 1957 രണ്ടാം ലോകസഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിരുന്നു. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റിയിൽ അംഗമായ ആദ്യ വനിതയാണ്. ആനി മസ്ക്രിൻ്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വഴുതക്കാടാണ്. ഇത് അനാച്ഛാദനം ചെയ്തത് മുൻ ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരിയാണ്. പോയിന്റുകൾ ക്ലിയർ ആയല്ലോ. ആനി മസ്ക്രിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലായി. നോക്കൂ, അമ്മു സ്വാമിനാഥൻ ജനിക്കുന്നത് എന്നാണ്? 1894 ആനി മസ്ക്രിൻ ജനിക്കുന്നത് 1902 1902. ഓക്കെ ആണല്ലോ. അടുത്തത് ആരാണ്? അടുത്ത നവോത്ഥാന നായികയാണ് AV കുട്ടിമാളു അമ്മ. ആരാണ്? AV കുട്ടിമാളു അമ്മ. AV കുട്ടിമാളു അമ്മ ജനിക്കുന്നത് 1905 ആനക്കര വടക്കത്ത് തറവാട്ടിലാണ്. എവിടെയാണ്? ആനക്കര വടക്കത്ത് തറവാട്ടിലാണ് AV കുട്ടിമാളു അമ്മ ജനിക്കുന്നത്. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ ആരോ ഒരാൾ ആനക്കര വടക്കത്ത് തറവാട്ടിൽ ജനിച്ചിട്ടുണ്ടല്ലേ. ആരാണ്? അമ്മു സ്വാമിനാഥൻ. അപ്പോൾ അമ്മു സ്വാമിനാഥൻ്റെ തറവാട്ട് വീട്ടിൽ തന്നെയാണ് ആര് ജനിക്കുന്നത്? AV കുട്ടിമാളു അമ്മ ജനിക്കുന്നത്. അമ്മു സ്വാമിനാഥൻ്റെ സഹോദരിയാണ് AV കുട്ടിമാളു അമ്മ. 1905 AV കുട്ടിമാളു അമ്മ ജനിക്കുന്നത്. അമ്മു സ്വാമിനാഥൻ 1894, AV കുട്ടിമാളു അമ്മ 1905. പൊന്നാനിയിലെ ആനക്കര വടക്കത്ത് തറവാട്ടിലാണ് AV കുട്ടിമാളു അമ്മ ജനിക്കുന്നത്. അപ്പോൾ രണ്ടുപേരെ ഒന്ന് ആലോചിച്ച് വെച്ചേക്കുക. അമ്മു സ്വാമിനാഥൻ, AV കുട്ടിമാളു അമ്മ എന്നിവർ സഹോദരിമാരാണ്. ആലോചിച്ച് വെച്ചേക്കുക. ഓപ്പ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായികയാണ് AV കുട്ടിമാളു അമ്മ. ഓപ്പ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായികയാണ് AV കുട്ടിമാളു അമ്മ. KPSCയിൽ അംഗമായിരുന്ന നവോത്ഥാന നായികയാണ് AV കുട്ടിമാളു അമ്മ. KPSCയിൽ അംഗമായിരുന്ന നവോത്ഥാന നായികയാണ് ആരെന്ന് പറയുന്നത്? AV കുട്ടിമാളു അമ്മ. KPCCയിൽ അംഗമായിരുന്ന, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയിൽ അംഗമായിരുന്ന നവോത്ഥാന നായികയാണ് AV കുട്ടിമാളു അമ്മ. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ അംഗമായിരുന്ന വനിതയാണ് AV കുട്ടിമാളു അമ്മ. മാതൃഭൂമി ഡയറക്റ്റ് ബോർഡിലും അംഗമായിരുന്ന വ്യക്തിയാണ് ആര്? AV കുട്ടിമാളു അമ്മ. ഓക്കെ, 1905 പൊന്നാനിയിലെ ആനക്കര വടക്കത്ത് തറവാട്ടിലാണ് ജനിക്കുന്നത്. ഓപ്പ എന്ന പേരിൽ അറിയപ്പെട്ടു. KPCCയിൽ അംഗമായിരുന്നു. KPCCയുടെ അധ്യക്ഷ സ്ഥാനവും വഹിച്ചിട്ടുണ്ട്. കൂടാതെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ അംഗമായിരുന്നു. മാതൃഭൂമി ഡയറക്റ്റ് ബോർഡിലും അംഗമായിരുന്ന വനിതയാണ് AV കുട്ടിമാളു അമ്മ. മലബാർ ഹിന്ദി പ്രചാർ സഭയുടെ അധ്യക്ഷ സ്ഥാനം വഹിച്ചിട്ടുള്ള വനിതയാണ് AV കുട്ടിമാളു അമ്മ. മലബാർ ഹിന്ദി പ്രചാർ സഭയുടെ അധ്യക്ഷ സ്ഥാനം വഹിച്ചിട്ടുള്ള വനിതയാണ് ആര്? AV കുട്ടിമാളു അമ്മ. കോഴിക്കോട് വിദേശ വസ്ത്രവ്യാപാരം കേന്ദ്രങ്ങളുടെ മുമ്പിൽ ബഹിഷ്കരണ മുന്നേറ്റം സംഘടിപ്പിച്ചത് ആരാണ്? AV കുട്ടിമാളു അമ്മയാണ്.
കോഴിക്കോട് വിദേശ വസ്ത്രവ്യാപാര കേന്ദ്രങ്ങളുടെ മുൻപിൽ ബഹിഷ്കരണ മുന്നേറ്റം സംഘടിപ്പിച്ച ധീരവനിതയാണ് ആര്? AV കുട്ടിമാളു അമ്മ. വിദേശ വസ്ത്രവ്യാപാര കേന്ദ്രങ്ങളുടെ മുമ്പിൽ നമ്മുടെ ദേശീയതയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചൊരു വനിതയാണ് ആര്? AV കുട്ടിമാളു അമ്മ. കോഴിക്കോട് വിദേശ വസ്ത്രവ്യാപാര കേന്ദ്രങ്ങളുടെ മുൻപിൽ ബഹിഷ്കരണ മുന്നേറ്റം സംഘടിപ്പിച്ച വനിതയാണ് AV കുട്ടിമാളു അമ്മ. 2 മാസം പ്രായമായ കുഞ്ഞുമായി വെല്ലൂർ പ്രസിഡൻസി ജയിലിൽ തടവ് ശിക്ഷ അനുഭവിച്ച വനിതയാണ് AV കുട്ടിമാളു അമ്മ. നോക്കൂ, ഒരു കുട്ടിമാളു അമ്മ എന്നല്ലേ പേര്. കുട്ടിമാളു അമ്മ കുട്ടിയെയും കൊണ്ട് എന്ത് ചെയ്തിരുന്നു? ജയിൽ ശിക്ഷ അനുഭവിച്ചിരുന്നു എന്ന് ആലോചിച്ച് വെച്ചേക്കാം. അപ്പം മാറിപ്പോകത്തില്ല. ബാക്കിയുള്ള വനിതകളുമായിട്ട് മാറിപ്പോവാതിരിക്കാൻ നമ്മൾ കുട്ടിയെയും കൊണ്ടാണ് ജയിലിൽ കിടന്നതെന്ന് ആലോചിച്ചാൽ മതി. AV കുട്ടിമാളു അമ്മ 2 മാസം പ്രായമുള്ള കുഞ്ഞുമായി വെല്ലൂർ പ്രസിഡൻസി ജയിലിൽ ശിക്ഷ അനുഭവിച്ച വനിതയാണ് ആര്? AV കുട്ടിമാളു അമ്മ. മദ്രാസ് നിയമസഭയിൽ 1937 അംഗമായി. മദ്രാസ് നിയമസഭ അംഗമായിട്ട് മാറുന്നത് എന്നാണ്? 1937 AV കുട്ടിമാളു അമ്മയുടെ പോയിന്റുകൾ എന്തൊക്കെയായിരുന്നു? 1905 പൊന്നാനിയിൽ ആനക്കര വടക്കത്ത് തറവാട്ടിൽ ജനിക്കുന്നു. ഓപ്പ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. KPCCയിൽ അംഗവും അധ്യക്ഷ സ്ഥാനവും വഹിച്ചിട്ടുണ്ട്. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിലെ അംഗമായിരുന്നു. മാതൃഭൂമി ഡയറക്ടർ ബോർഡിന്റെ അംഗമായിരുന്നു. മലബാർ ഹിന്ദി പ്രചാർ സഭയുടെ അധ്യക്ഷ സ്ഥാനം വഹിച്ചിട്ടുള്ള വനിതയാണ് AV കുട്ടിമാളു അമ്മ. കോഴിക്കോട് വിദേശ വസ്ത്രവ്യാപാര കേന്ദ്രങ്ങളുടെ മുൻപിൽ ബഹിഷ്കരണ മുന്നേറ്റം സംഘടിപ്പിച്ച വനിതയാണ് AV കുട്ടിമാളു അമ്മ. 2 മാസം പ്രായമുള്ള കുട്ടിയുമായി വെല്ലൂർ പ്രസിഡൻസി ജയിലിൽ തടവ് ശിക്ഷ അനുഭവിച്ച വനിതയാണ് കുട്ടിമാളു അമ്മ. മദ്രാസ് നിയമസഭാ അംഗമായി മാറുന്നത് 1937 AV കുട്ടിമാളു അമ്മയെക്കുറിച്ചുള്ള പോയിന്റുകൾ ക്ലിയർ ആണല്ലോ. അടുത്ത നവോത്ഥാന നായികയാണ് അക്കാമ ചെറിയാൻ. ആരാണ്? അക്കാമ ചെറിയാൻ. 1909 കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയിലാണ് അക്കാമ ചെറിയാൻ ജനിക്കുന്നത്. 1909 കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയിലാണ് അക്കാമ ചെറിയാൻ ജനിക്കുന്നത്. 1938 രാജധാനി മാർച്ചിന് നേതൃത്വം നൽകിയത് ആരാണ്? അക്കാമ ചെറിയാനാണ്. 1938 നടന്ന രാജധാനി മാർച്ചിന് നേതൃത്വം നൽകിയത് ആരാണ്? അക്കാമ ചെറിയാനാണ്. തമ്പാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെയുള്ള ജാഥയായിരുന്നു രാജധാനി മാർച്ച്. രാജധാനി മാർച്ച് എവിടെ മുതൽ എവിടെ വരെയായിരുന്നു? തമ്പാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ. ഓക്കെ, രാജധാനിയിലേക്കുള്ള മാർച്ചാണ്. കവടിയാർ കൊട്ടാരത്തിലേക്കുള്ള മാർച്ചാണെന്ന് ആലോചിച്ച് വെച്ചേക്കുക. തമ്പാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ. ഉത്തരവാദ ഭരണ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് നടന്ന മാർച്ചാണ് രാജധാനി മാർച്ച്. രാജധാനി മാർച്ച് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ എന്താണ്? ഉത്തരവാദ ഭരണ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട സംഭവമാണ് രാജധാനി മാർച്ച്. 1938 നടന്നത്. ആരാണ് നേതൃത്വം നൽകിയത്? അക്കാമ ചെറിയാനാണ്. ഐ ആം ദി ലീഡർ എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായികയാണ് അക്കാമ ചെറിയാൻ. ഐ ആം ദി ലീഡർ എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായികയാണ് അക്കാമ ചെറിയാൻ. തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നാണ് അക്കാമ ചെറിയാനെ അറിയപ്പെടുന്നത്. തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നാണ് അക്കാമ ചെറിയാനെ അറിയപ്പെടുന്നത്. കേരളത്തിൻ്റെ ജോവാൻ ഓഫ് ആർക്ക് എന്നും തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണിയും എന്നൊക്കെ ആരെ അറിയപ്പെടുന്നുണ്ട്? അക്കാമ ചെറിയാനെ അറിയപ്പെടുന്നുണ്ട്. കേരളത്തിൻ്റെ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് അക്കാമ ചെറിയാനെയാണ്. തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്ന് അക്കാമ ചെറിയാനെ വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണ്. തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണിയാണ് അക്കാമ ചെറിയാൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? മഹാത്മാഗാന്ധിയാണ്. 1938 അക്കാമ ചെറിയാൻ വനിതകൾക്കായി സ്ഥാപിച്ച സംഘടനയാണ് ദേശസേവികാ സംഘം. 1938 അക്കാമ ചെറിയാൻ വനിതകൾക്കായി സംഘടിപ്പിച്ച സംഘടനയാണ് ദേശസേവികാ സംഘം. 1938 രാജധാനി മാർച്ചും 1938 ആലോചിച്ച് വെച്ചേക്കുക. 1947 തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വനിതയാണ് അക്കാമ ചെറിയാൻ. 1947 തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട വനിതയാണ് അക്കാമ ചെറിയാൻ. 1972 താമ്രപത്രം ലഭിച്ച വനിതയാണ് അക്കാമ ചെറിയാൻ. 1972 രാജ്യം താമ്രപത്രം നൽകി ആരെ ആദരിച്ചു? അക്കാമ ചെറിയാനെ ആദരിച്ചു. 1972 രാജ്യം താമ്രപത്രം നൽകി അക്കാമ ചെറിയാനെ ആദരിച്ചു. താമ്രപത്രം ലഭിച്ചത് 1972 1982 അക്കാമ ചെറിയാൻ മരണപ്പെടുന്നത് കേട്ടോ. 1972 താമ്രപത്രം ലഭിച്ചു. 1982 അവർ അന്തരിക്കുകയാണ് ചെയ്തത്. താമ്രപത്രം എന്തുവാ? സ്വാതന്ത്ര്യ സമര ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ അടുത്ത് നിൽക്കുന്ന വ്യക്തികൾക്ക് സർക്കാർ നൽകുന്ന ഒരു അംഗീകാരമാണ് താമ്രപത്രം. 1972 ഇത് അക്കാമ ചെറിയാൻ ലഭിച്ചിരുന്നു. താമ്രപത്രം ലഭിച്ച ഏക ദമ്പതികളാണ് അക്കാമ ചെറിയാനും VV വർക്കിയും കേട്ടോ. താമ്രപത്രം ലഭിച്ച ഏക ദമ്പതികളാണ് അക്കാമ ചെറിയാനും അവരുടെ ഭർത്താവ് VV വർക്കിയും. അപ്പോൾ എന്നാണ് അക്കാമ ചെറിയാൻ ലഭിക്കുന്നത്? 1972 അക്കാമ ചെറിയാൻ്റെ ആത്മകഥയാണ് ജീവിതം ഒരു സമരം. ജീവിതം ഒരു സമരം ആരുടെ ആത്മകഥയാണ്? അക്കാമ ചെറിയാൻ്റെ ആത്മകഥയാണ്.
ജീവിതം ഒരു സമരം ആരുടെ ആത്മകഥയാണ്? അക്കാമ ചെറിയാൻ്റെ ആത്മകഥയാണ്. ജീവിത സമരം ആരുടെ ആത്മകഥയാണ്? അത് സി കേശവൻ്റെയാണ് കേട്ടോ. ഒന്ന് ആലോചിച്ച് വെച്ചേക്കാം. ജീവിത സമരം സി കേശവൻ, ജീവിതം ഒരു സമരം അക്കാമ ചെറിയാൻ. അക്കാമ ചെറിയാൻ്റെ മറ്റൊരു പ്രശസ്തമായിട്ടുള്ള കൃതിയാണ് 1114 കഥ. 1114 കഥ എന്ന കൃതി രചിച്ചത് അക്കാമ ചെറിയാനാണ്. ഉത്തരവാദ ഭരണ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട ഒരു കൃതിയാണ് 1114 കഥ. ഇത് രചിച്ചത് ആരാണ്? അക്കാമ ചെറിയാനാണ്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആക്ടിംഗ് പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ച വനിതയാണ് അക്കാമ ചെറിയാൻ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആക്ടിംഗ് പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ച വനിതയാണ് അക്കാമ ചെറിയാൻ. അപ്പോൾ അക്കാമ ചെറിയാനെക്കുറിച്ചുള്ള പോയിന്റുകളൊന്ന് ഓർത്തു നോക്കൂ. 1909 കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയിലാണ് അക്കാമ ചെറിയാൻ ജനിക്കുന്നത്. 1937 രാജധാനി മാർച്ച് തമ്പാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ ഉത്തരവാദ ഭരണ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കുന്നു. 1938 തന്നെ വനിതകൾക്കായിട്ട് ദേശസേവികാ സംഘം എന്ന സംഘടന രൂപീകരിക്കുന്നു. ഐ ആം ദി ലീഡർ എന്ന് പ്രഖ്യാപിച്ചു. രാജധാനി മാർച്ചിലൂടെ ഐ ആം ദി ലീഡർ എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായികയാണ് അക്കാമ ചെറിയാൻ. തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നും കേരളത്തിൻ്റെ ജോവാൻ ഓഫ് ആർക്ക് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്ന് അക്കാമ ചെറിയാനെ വിശേഷിപ്പിച്ചത് ആരാണ്? ഓർമ്മയുണ്ടോ? മഹാത്മാഗാന്ധിയാണ്. 1947 തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടു. 1947 തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടു. 1972 രാജ്യം താമ്രപത്രം നൽകി അവരെ ആദരിച്ചു. താമ്രപത്രം ലഭിച്ച ഏക ദമ്പതികളാണ് അക്കാമ ചെറിയാനും വി വർക്കിയും. അക്കാമ ചെറിയാൻ്റെ ആത്മകഥയാണ് ജീവിതം ഒരു സമരം. 1114 കഥ എന്ന കൃതി രചിച്ചതും അക്കാമ ചെറിയാനാണ്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൽ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യ വനിതയും ആരാണ്? അക്കാമ ചെറിയാനാണ്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൽ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യ വനിതയും ആരാണ്? അക്കാമ ചെറിയാനാണ്. പോയിന്റുകൾ ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. 4 നവോത്ഥാന നായികമാരെക്കുറിച്ചാണ് പറഞ്ഞത്. ആരെക്കുറിച്ചാണ് പറഞ്ഞത്? അമ്മു സ്വാമിനാഥൻ, ആനി മസ്ക്രീൻ, എ വി കുട്ടിമാളു അമ്മ, അക്കാമ ചെറിയാൻ എന്നിവരെക്കുറിച്ചുള്ള ക്ലാസ്സാണ് കഴിഞ്ഞത്. ക്ലാസ്സുകൾ മനസ്സിലായി ലൈക്ക് ചെയ്യുവാനും കൂട്ടുകാർക്കും മറ്റുമായി ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. താങ്ക്